നമസ്കാരം. നിങ്ങളൊക്കെ ഏത് സ്ഥലത്തു നിന്നുള്ളവരാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ്. മെൽവിൻ വിനോദിന്റെ പേര്. ഇത് ഞാൻ തിരുവനന്തപുരം കോവളം നിയോജക മണ്ഡലം പ്രസിഡന്റാണ്, മനോജ് എസ് പി. ഞാൻ സാമിൻ, തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗം. എന്താണ് ഇന്നിപ്പം ഡൽഹിയിലേക്ക് വരാനുള്ള കാരണം? അല്ല, ഡൽഹിയിൽ ഒരു മാറ്റത്തിന്റെ ശങ്കുലി മുഴങ്ങുകയാണ്. അപ്പൊ അതിലൊരു ഭാഗവക്കാകാനും ഒരു ചരിത്രപരമായ മുഹൂർത്തത്തിന് ഒപ്പം നിൽക്കാനുമാണ് ഇവിടെ വന്നത്. ഇന്ന് കേജ്രിവാളിന്റെ ഒപ്പം അറസ്റ്റ് വരിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അല്ല, അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് വരിക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. ഇന്ന് മോദിജി അരമണിക്കൂറായിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തില്ല. അപ്പൊ മോദിജി തോറ്റു. അറസ്റ്റ് ചെയ്താൽ ഈ ആദ്യം കാണിച്ച അബദ്ധത്തിന്റെ പഴി കേട്ട് അദ്ദേഹം തീർന്നില്ല. ഇനി ഒരു അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. ജനങ്ങൾ ആം ആദ്മി പാർട്ടിയോടൊപ്പമാണുള്ള ധാരണയുണ്ട്. അപ്പൊ ഇനി എന്നാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്? ഞങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. ഇതൊരു എന്നാണ് വന്നത് ഡൽഹിക്ക്? ഞങ്ങൾ ഒരാഴ്ചയോളം ഇവിടെ ഇപ്പൊ സ്റ്റേ ചെയ്യുകയാണ്. സോമനാഥ് ഭാരതിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. മാൾവിയ നഗറും RK പുരം, അതേപോലെ സോമനാഥ് ഭാരതിയുടെ പാർലമെന്റ് മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഏത് മണ്ഡലമാണത്? തിരുവനന്തപുരം, ന്യൂഡൽഹി. അപ്പൊ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഡെയിലി? മെയിൻലി നമ്മുടെ മേഖലയിൽ നിന്ന് വന്ന ജനങ്ങളുടെ ഇടയിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുകയും പാർട്ടി ഡൽഹിയിൽ ചെയ്തു വെച്ച കാര്യങ്ങളും ഇനി രാജ്യത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അവരെ അറിയിച്ചുകൊണ്ട് അവരുടെ പിന്തുണ ആർജിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വളരെ നല്ല റെസ്പോൺസ് ആണുള്ളത്. ആളുകളെല്ലാം വളരെ സന്തോഷവാന്മാരാണ്. അവർ കൂടുതൽ സംസ്ഥാനങ്ങളിലോട്ട് ആം ആദ്മി പാർട്ടി വളരട്ടെ എന്നുള്ള ആശംസയാണ് ബഹുഭൂരിപക്ഷം നമ്മൾ പോയ സ്ഥലങ്ങളിൽ നമുക്കുണ്ടായത്. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പ്രചരണം നടത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ സ്വന്തം പൈസ മുടക്കി വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഫ്ലൈറ്റിലും ട്രെയിനിൽ വരുന്നവർ പോലും പല ട്രെയിനിൽ വരുന്നവരുണ്ട്. അവര് 51-52 മണിക്കൂർ പാർട്ടിക്ക് വേണ്ടി യാതന സഹിച്ചാണ്. പലരും റിസർവേഷൻ പോലും ഇല്ലാതെയാണ് വരുന്നത്. അത് പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്, ഈ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടേത്. അപ്പൊ ഇനി കേരളത്തില് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ആം ആദ്മി പാർട്ടി ജയിക്കാൻ എന്തെങ്കിലും സാധ്യത? ആം ആദ്മി പാർട്ടിക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ ഇനിയൊരു സ്ഥലത്ത് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. കാരണം കേരളത്തിലെ ജനങ്ങള് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു ജനമനസ്സുള്ള ആളുകളാണ് കേരളത്തിലുള്ളവർ. അതുകൊണ്ട് വളരെ സാധ്യതയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. അടുത്ത നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? കേരളത്തിൽ നിങ്ങളുടെ അടുത്ത ഏത് തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുക, തുടർന്നുള്ള മറ്റ് പഞ്ചായത്തിലും ലോക്സഭ തുടർന്നുള്ള സമര പരിപാടികളിലും തെരഞ്ഞെടുപ്പുകളിലും പങ്കെടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കർമ്മ പരിപാടി എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പഞ്ചായത്ത് തലങ്ങളിലും അഴിമതിക്കെതിരെയുള്ള സംസ്ഥാനം ഒട്ടാകെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് അഗ്രസീവായിട്ട് ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കേരളത്തിലെ പുതിയ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ കിട്ടി, വിനോദ് മാത്യു വിൽസൺ. അതുപോലെ തന്നെ നേതൃത്വം എല്ലാം വളരെ പുതിയ നേതൃത്വത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതൊരു മാറ്റത്തിന്റെ സൂചകം കൂടിയാണ്. കേരളത്തിലെ ജനങ്ങളിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് എന്താണ്? റെസ്പോൺസാണ്. ഒരുപക്ഷെ ഇപ്പോ അരവിന്ദ് കെജ്രിവാൾജി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അന്ന് രാത്രി തന്നെ കേരളത്തിന്റെ മുഴുവൻ ഗ്രാമാന്തരങ്ങളിൽ അതിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ എല്ലാ ജില്ലകളിലും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല, രാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ളവർ അറസ്റ്റ് വരിക്കുകയും ജയിലിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഫണ്ട് ഒക്കെ ആവശ്യത്തിനുണ്ടോ? അതോ ജനങ്ങൾ നിങ്ങൾക്ക് ഫണ്ട് തരും? വലിയൊരു പരാധീനത ഫണ്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ അവിടെ നിന്ന് വരണമെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് ഒരു 10-15,000 മുതൽ 25,000 രൂപ മുടക്കിയാലേ നമുക്ക് ഒരു ഇലക്ഷന്റെ പ്രവർത്തനത്തിലൂടെ വന്നു പോകാൻ നോക്കൂ. അത് പാർട്ടിയുടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഫണ്ടല്ല. ഇത് നമ്മളെല്ലാം പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഫണ്ടുകളാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ജനങ്ങൾ നമ്മളെ സഹായിക്കും. ഇത്തരം വിഷയങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ പുതുതായിട്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നിങ്ങൾ കേരളത്തിലെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ ഏകദേശം എത്ര മെമ്പർമാരുണ്ട്? ഇലക്ഷൻ ഇത് കഴിഞ്ഞിട്ട് കൂടുതൽ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനെ കുറിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചു വരികയാണ്.